അമ്മ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായോ? അവനെവിടെ? എണീച്ചപ്പം തുടങ്ങിയ അന്വേഷണം. ഇതുവരെ കിട്ടിയിട്ടില്ല അവന്റെ പാന്റ്. അമ്മ വേഗം ഫുഡ് എടുക്ക്, നേരം വൈകിക്കും. വേഗം നിന്ന് എന്റെ കൂടെ വരാം, അല്ലെങ്കിൽ ഒറ്റക്ക് വന്നോണ്ട്. നീ വരുന്നില്ലെങ്കിൽ വരണ്ട, ഞാൻ പോവാണ്. അമ്മ അച്ഛാ ഞാൻ പോവാണ്, ബൈ. അമ്മ അച്ഛ ബൈ, ഞാൻ പോവാണ്. ഏട്ടാ അവിടെ നിക്ക്. നീ എങ്ങോട്ടായി കത്തിവേഷത്തില്? കോളേജിലേക്ക്. പെണ്ണുങ്ങളെ മുന്നിലൊക്കെ കുറച്ച് ഷോ കാണിക്കണ്ടേ? വായി നോക്കാനാണ് അത്രയും ഗെറ്റപ്പൊക്കെ ഇട്ട് പോണത്. എനിക്ക് വായി നോക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് എനിക്ക് കുറെ ഫാൻസ് ഉണ്ട്. അപ്പം അവരെ തന്നെ നോക്കിയാൽ മതിയല്ലോ. അങ്ങനെയാണെങ്കിൽ എനിക്കും സ്കൂളിൽ കുറെ ഫാൻസ് ഉണ്ട്. അപ്പൊ ഞാനും അവരെ വായി നോക്കും. എന്ത് ഫാൻസോ? അത് നിനക്കോ? നീ സ്കൂളിലേക്ക് പഠിക്കാൻ തന്നെയാണോ പോണത്? അത് ഫാൻസിനെ ഉണ്ടാക്കി നടക്കാണോ? അതൊന്നും പാടില്ല. നിനക്ക് വായി നോക്കാം, എനിക്ക് വായി നോക്കാൻ പറ്റൂല. ഞാൻ വേറെ, നീ വേറെ. അനങ്ങി നടക്കണ്ട ഇങ്ങോട്ട്. ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ നിന്നെ കൊല്ലടാ. പിന്നെ നീ ഒലത്തും. എടാ നിന്നെ ഞാൻ. മക്കളെ നിങ്ങള് തല്ലുണ്ടാക്കല്ലേ? അയ്യോ അച്ഛ. അച്ഛാ വല്ലതും പറ്റിയോ? ഇതിരിക്കട്ടെ. വാവ് നൈസ് ഷോട്ട്. കലാപരിപാടി തുടങ്ങിയില്ലേ? പക്ഷെ കുറച്ച് വൈകിപ്പോയി. നീ വെയിറ്റ് ചെയ്യ്, ഞാൻ ഇപ്പം വരാം. അങ്കിളെ ഇപ്പൊ എങ്ങനെയുണ്ട്? കൊഴപ്പൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. ഊരൊക്കെ ചെറുതായിട്ട് പണി കിട്ടിയോന്നൊരു സംശയം. അങ്കിളിനെ വെറുതെ ഇരുന്നാ മതിയില്ലേനാ, എന്തിനാ അതിന്റെ ഇടയിൽ കയറി ചെന്നത്? ഇതൊക്കെ കിട്ടി ശീലായി. ഇവരുടെ തന്നെ അല്ലേ ഇരിക്കണത്, അപ്പൊ ഇതൊക്കെ ശീലായി. ഇങ്ങനെ ഇരിക്കാനാണ് പ്ലാന്? ജോലിക്കൊന്നും പോണില്ലേ? എന്താന്നറിയില്ല, ഭയങ്കര പുറം വേദന. അതുകൊണ്ട് ജോലിക്ക് പോകണ്ടല്ലോ. നിങ്ങൾക്ക് അത്ര മടിയാണെങ്കിൽ നിങ്ങള് വീട്ടു ജോലി ചെയ്തോളൂ. ഞാൻ വേണമെങ്കിൽ ജോലിക്ക് പോയിക്കോളാം. അയ്യോ വേണ്ട, ഞാൻ ജോലിക്ക് തന്നെ പോയിക്കോളാവേ. മക്കളെ നിങ്ങള് ഫുഡ് കഴിച്ചോളൂ. എങ്കിൽ കഴിച്ചു കണ്ടേ ഇറങ്ങിയത്. എടാ ധ്രുവേ വാ, നമുക്ക് പോവാം. നിങ്ങള് വരുന്നുണ്ടാ? ഇല്ല, ഞങ്ങള് നടന്നു പോയിക്കോളാം. എടാ ധ്രുവേ, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താണ് കാര്യം? കൊറേ ദിവസമായി നീ എന്നോടൊരു കാര്യം പറയാണ്ട് ഇതുവരെ നീ പറഞ്ഞിട്ടില്ല. അത് ഞാൻ ഇന്ന് വൈകുന്നേരം പറയുന്നുണ്ട്. ഈ പീരീഡ് ഏത് മിസ്സാണ്? ഈ പീരീഡ് മായ മിസ്സിന്റെ ആണ്. ഗുഡ് മോർണിംഗ് ക്ലാസ്. ഇന്നൊരു ഹാപ്പി ന്യൂസ് ഉണ്ട്. എന്താ മിസ്സേ, പ്രിൻസിപ്പാളിന് എന്തെങ്കിലും? അതൊന്നല്ല, വേറൊരു കാര്യം. എന്റെ മാരേജ് ഉറപ്പിച്ചു. എല്ലാവരും വരണം കല്യാണത്തിന്. കൺഗ്രാറ്റുലേഷൻ മിസ്സേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ട്രീറ്റ് വേണട്ടാ. പിന്നെന്താ, ഞാൻ തരാതിരിക്കോ? എല്ലാവർക്കും എന്റെ വക മന്തി. മിസ്സിന്റെ കല്യാണമൊക്കെ ഉറപ്പിച്ചില്ലേ? ഞാനൊന്ന് മിസ്സിനെ വളക്കാനൊക്കെ നോക്കിയതാണ്. ഇനി മിസ് പോട്ടെ, ഇനി വേറൊരാളെ നോക്കാം. എടാ അത് നീ കാര്യം പറയണ്ട, കൊറേ നേരായി. അത് എനിക്ക് നിന്റെ പെങ്ങളെ ഇഷ്ടം. എന്ത്? ഒന്നും കൂടെ പറഞ്ഞു? ഞാൻ ശരിക്കും കേട്ടില്ല. ആടാ, ഇത്രയും ദിവസം ഞാൻ ഇത് നിന്നോട് പറയാൻ നിന്നിരുന്നത്. നീ അങ്ങനെ റിയാക്ട് ചെയ്യുന്ന എനിക്കറിയില്ല.